പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ യാതൊരു തരത്തിലുള്ള ഗ്ലാമറും ആവശ്യമില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞ ഒരു നടനുണ്ട്. മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേണിൽ പെടുന്ന പടങ്ങളാണ്. മലയാള സിനിമയിൽ രണ്ടാമത്തെ സിനിമ കൊണ്ട് ഫരത് അവാർഡ് മേടിച്ച ഫരത് ഗോപിയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മലയാള സിനിമയിൽ തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത നടനാണ് ഫരത് ഗോപി. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും അങ്ങോട്ട് ദഹിക്കില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം പെട്ടെന്ന് ഇദ്ദേഹം ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരനാണെന്നും അതേപോലെ തന്നെ സാധാരണ ഉള്ള നടന്മാരെ പോലെയല്ല, വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു നടനുമാണ് അദ്ദേഹം. പ്രേം നസീർ സാറുമായിട്ടൊക്കെ ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച് സിനിമയിലൊക്കെ പോയി നാടകത്തിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് ഉള്ള അദ്ദേഹത്തിൻ്റെ ചിറയൻകീഴിലെ വീടാണ് നിങ്ങളിലേക്ക് ഞാനൊന്ന് എത്തിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് തൊട്ടടുത്തായിട്ടൊക്കെയാണ് ഫരത് ഗോപി സാറിൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവഴി വന്നപ്പോൾ ക്ഷേത്രം ഒന്ന് കാണിച്ചതാണ്. ഇവിടെ നമ്മുടെ പ്രേം നസീർ സാറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. ഈ കാണുന്ന റോഡെ മുന്നോട്ട് പോയി ഒരു 2-3 കിലോമീറ്ററിനകത്ത് നമ്മുടെ ഫരത് ഗോപി സാറിൻ്റെ ആ കുടുംബ വീട് കാണാൻ പറ്റും, അദ്ദേഹം ജനിച്ച വീട്. ഇവിടെ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഉത്സവം നടക്കാനായിട്ട് പോവാണ്, അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ വരുമ്പോഴേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. പുള്ളിയെ അങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ മുന്നിൽ കാണുന്നത് ഈ ശാർക്കര ദേവി ക്ഷേത്രത്തിലെ ആനയാണ് കേട്ടോ. ശാർക്കര അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ റോഡ് വഴി വളരെ തുച്ഛമായ കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാവും. അപ്പോൾ ശാർക്കര അമ്പലം കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി മുന്നോട്ട് പോയാൽ ഒരു കുളം വരും. നേരെ പോകുമ്പോൾ ഞാനങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ എന്താ ഇതേ കണക്കത്തൊരു കുളത്തിൻ്റെ മുന്നിലൊന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫരത് ഗോപി സാറിൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ളൊരു കുളമാണ്. ഈ കുളമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി എളുപ്പത്തിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സംഭവം. അപ്പോൾ ഈ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നതെന്നാണ് ഞാൻ ഇങ്ങോട്ട് ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായത്. അങ്ങനെയാണ് ആദ്യമേ ഈ കുളം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്കുള്ള ആ കാണിച്ച അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കുളമാണിത്. ഈ കുളത്തിലാണ് ഞാൻ നീന്തി തുടിച്ച് കളിച്ച് വളർന്നത്. ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഈ കുളത്തിൻ്റെ സൈഡ് ചേർന്ന് ഈ റോഡെ നമ്മൾ മുന്നോട്ട് ജസ്റ്റ് നടക്കുമ്പോൾ നമ്മളെ ഫരത് ഗോപി സാറിൻ്റെ ആ ഒരു വീട് ഇവിടെ കാണാം. ഫരത് ഗോപി സാർ ജനിച്ച ആ ഒരു പഴയ വീടാണ്. ഇതിൻ്റെ മുന്നിൽ പുതിയ രൂപത്തിലാണെങ്കിലും പുറകിലോട്ടൊരു ഓടിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴോ പൊളിച്ച് രണ്ടാമത് പണിഞ്ഞതാണ് ഇവർ. അപ്പോൾ ഈ കാണുന്നതാണ് ഫരത് ഗോപി സാറിൻ്റെ ചിറയൻകീഴുള്ള ആ ഒരു വീട്. പക്ഷേ ഞാനിപ്പോൾ ഈ വന്ന ടൈമിൽ ഇവിടെ ആളില്ല. ഇവിടെ ഉണ്ടായിരുന്നത് ഫരത് ഗോപി സാറിൻ്റെ സഹോദരിയാണ്. ആ അമ്മ ഇന്നും ഇവിടെ ഇല്ല, ഏതോ അമ്പലത്തിൽ എന്തോ പരിപാടിയായിട്ടൊക്കെ പോയിരിക്കുന്നു. ഞാൻ അങ്ങനെ അയൽവക്കത്ത് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു വേറൊരു ദിവസം വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പൂർണ്ണമായിട്ട് കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓടിട്ട ഭാഗങ്ങളൊക്കെ കാണാം. കണ്ടോ, ഈ മതിലിൻ്റെ സൈഡിലായിട്ട് ഈ വീട്ടിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഓടിട്ട വീട്ടിൻ്റെ ആ ഒരു സംഭവം കാണാം. അതിൽ കൂടെ ചേർത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അദ്ദേഹം ജനിച്ച സമയത്തുള്ള ആ ഒരു കെട്ടിടം ഇതായിരിക്കും. വലിയ പ്രതീക്ഷയിലാണ് വന്നത്, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ വന്ന ദിവസം നല്ല ഐശ്വര്യമുള്ള ദിവസമായിപ്പോയി. ഇവിടെ ആരുമില്ല. വീട്ടിൻ്റെ പുറകു വശത്തോട്ടാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചിരുന്നത്. ഈ വീടിൻ്റെ സൈഡിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് ആ ഒരു കുളമാണ്. ഞാൻ തൽക്കാലത്തേക്ക് ഈ വീട്ടിൻ്റെ ഇവിടെ ഒന്ന് പോവുകയാണ്. ഞാൻ മറ്റൊരു ദിവസം എന്തായാലും ഇവിടെ വരും. ആ അമ്മയെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം സഹോദരി ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളോട് പറയാനുണ്ടാവും.
ഗൈസ്, അങ്ങനെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലമാണ് ആൽത്തറമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ട ഒരു വലിയ ആലും ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. കേളമംഗലം പുരപ്പയം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ആലിൻ്റെ മൂട്ടിലൊക്കെ ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേര് സുഖമായിട്ട് ഇറന്ന് ഉറങ്ങുന്നു അല്ലേ. ഞാനങ്ങനെ വീണ്ടും മറ്റൊരു ദിവസം ഫരദ് ഗോപി സാറിൻ്റെ ആ കുടുംബ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ അന്ന് വന്നതിൻ്റെ അന്ന് ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നിവിടെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗേറ്റ് പൂട്ടിയിട്ടില്ല. അന്ന് ഞാൻ വന്നപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ഫരദ് ഗോപി സാറിൻ്റെ ആ വീട്ടിൻ്റെ അകത്തോട്ട് കയറി വന്നിരിക്കുകയാണ്. ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതാ ഇവിടെ ഒരു അമ്മയുണ്ട്. ഇത് ഫരദ് ഗോപി സാറിൻ്റെ കറക്റ്റ് ആരാണ് അമ്മ എന്നെ പറഞ്ഞാൽ അനന്തരവളാണല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് സഹോദരിയാണെന്നാണ്. സഹോദരി അല്ല കേട്ടോ. അപ്പോൾ അമ്മാവനാണ് ഫരദ് ഗോപി സാറ്. ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അതെ അതെ. ഞങ്ങൾ ഏർപ്പാട് ചെയ്തു, ഞങ്ങളെ കരയോഗത്തിന്റെ ഇതായിട്ട്. അപ്പൊ ഞങ്ങളൊരു ട്രോഫി കൊടുത്തത് 2020 ഓ ഒരു ട്രോഫി. അദ്ദേഹം മരിക്കുന്ന ഏത് കൊല്ലം വരുന്നത്? 2008 അദ്ദേഹത്തിന്റെ മെമ്മോറിയലായിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, തനുശ്രീ. ആ ഗ്രൂപ്പുകളിൽ ഉള്ള കലാ സാഹിത്യ വിഷയത്തിൽ താല്പര്യമുള്ളവരെല്ലാവരും കൂടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട് അതൊരു കോമ്പറ്റീഷൻ ലെവലിൽ കൊണ്ടുവന്ന് അതിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടിയ ഗ്രൂപ്പിന് ഞങ്ങൾ 3 ട്രോഫി. അത് സ്പോൺസർ ചെയ്തത് മാമന്റെ മോൻ തന്നെ. വരാറുണ്ടോ? എന്തെങ്കിലും ആവശ്യം. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ചടങ്ങിന് അതിനൊക്കെ വന്നിരുന്നു. അമ്മയുടെ ഭർത്താവാണ് കാണുന്നത് ഫോട്ടോയില്. അദ്ദേഹത്തിന് ഇത് കിട്ടിയതാണ് അന്നത്തെ ഭരത് അവാർഡ് കിട്ടിയതാണ്. ഭരത് അവാർഡ് ഇത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഭരത് അവാർഡ് കിട്ടുന്ന സമയത്തുള്ള ആ ടൈമിൽ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ആദ്യത്തെ വീട് ഓല ഇട്ട വീടായിരുന്നു. അതിനുശേഷം പോർഷനൊക്കെ ഇപ്പോഴും ഉണ്ട്, നടുക്ക് ഭാഗത്തുണ്ട്. പിന്നെ എന്റെ അപ്പൂപ്പൻ വേറെ പിന്നെ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി. അത് പക്ഷെ ഇപ്പൊ അത് ആ ഓല ഇട്ട ഭാഗം അങ്ങനെയല്ല, ഓടൊക്കെ അദ്ദേഹം കിടന്ന റൂമും അങ്ങനെ വല്ലതും ഉണ്ടോ? അദ്ദേഹം താമസിച്ചത് ഈ വീട്ടിൽ തന്നെയാണ്. കുളത്തിലൊക്കെ അദ്ദേഹം കളിച്ച് വളർന്നതാണ്. ആ കുളമായിട്ടൊക്കെ നല്ല ഇതാണല്ലേ. നല്ല കുളത്തിലേ പോയി കുളിക്കും കൊച്ചിനെ. സ്ഥലങ്ങളും ഒക്കെ ആ പ്ലേ ഗ്രൗണ്ട് ഒക്കെ കണ്ടില്ലേ, ആൽത്തറമൂട് അമ്പലവും ഞാൻ വരുന്ന വഴിക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് അദ്ദേഹം കളിച്ച് വളർന്ന സ്ഥലം. ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഗ്രൗണ്ടും ആ അമ്പലവും എല്ലാം കൂടെ. നസീർ സാറുമായിട്ടൊക്കെ നല്ല അടുപ്പ് വരും അല്ലേ. സിനിമയിൽ വരുമ്പോ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അദ്ദേഹം സിനിമയിൽ വരുമ്പോഴത്തേക്ക് ഞാൻ കോളേജ് സ്റ്റുഡന്റ് ആണ്. ഓ, എന്നാലും നമ്മൾ കാണാള് ഒരു കണ്ട ഒരു പരിക്കൻ സ്വഭാവമായിട്ട് തോന്നും. പക്ഷെ നസീർ സാറുമായിട്ട് തന്നെ പണ്ട് എന്തോ ഒരു ചെറിയ ഈഗോയൊക്കെ ഉണ്ടായില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടിയെ കണക്ക്. ഞങ്ങളൊക്കെ വലിയ സ്നേഹമാണ്, വലിയ സ്നേഹമാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്നേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ ആൾക്കാരാണ്. കുറെ സിനിമയിൽ അഭിനയിക്കാനുള്ളതായിരുന്നു. പെട്ടെന്ന് അല്ലേ, അത് കറക്റ്റ് കുറച്ച് കൊല്ലം അദ്ദേഹം അതേ കണക്ക് സിനിമയിൽ നിന്നൊക്കെ പിന്നെ വിട്ടു നിന്നല്ലേ. സത്യം പറഞ്ഞാൽ അന്ന് നല്ല ടൈമാണ്, നല്ല തിരക്കിന്റെ ടൈമാണ്. നല്ല ഇതായിട്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം വേണ്ടാന്ന് വെച്ചിട്ടുള്ള സിനിമകളാണ് ഈ അഭിനയിച്ച സിനിമയെക്കാളും കൂടുതൽ. അതെ അതെ അതെ, ശരിയാ. ഒരു നായകന് ഗ്ലാമർ വേണ്ട, ഒന്നും എല്ലാം തിരുത്തി കളഞ്ഞ മനുഷ്യനാണ്. ഗ്ലാമറൊന്നും ഒരു ഇതല്ല, അഭിനയമാണ്. ഏത് രീതിയിലുള്ള ഇതിലും അഭിനയിക്കാൻ കഴിവുള്ളവരാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും വളരെ പിന്നെ റഫ് സ്വഭാവമായിട്ടാണെങ്കിലും അഭിനയിക്കാൻ. അതെല്ലാം നമ്മളോട് പെരുമാറണോ അങ്ങനെ തന്നെ, സ്നേഹം പ്രകടിപ്പിക്കാനെന്ന് പറഞ്ഞൂടാ. ഭാര്യയുടെ ആയിരുന്നാലും മക്കളുടെ ആയിരുന്നാലും ഞങ്ങളുടെ അങ്ങനെയാണല്ലേ പൊതുവെ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അച്ഛനാണോ അങ്ങനെയായിരുന്നു? അതേ സെയിം സ്വഭാവമാണല്ലേ. ഓ, അതേ സെയിം. അപ്പൂപ്പനും അഭിനയത്തിന് നല്ല മിടുക്കനായിരുന്നു. നാടകത്തിലൊക്കെ പേരെന്തായിരുന്നു? വേലായുധം പിള്ള. അത് പക്ഷെ അന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വലിയ സ്റ്റേജൊന്നും ഉള്ള എല്ലാം രാത്രിയൊക്കെ വലിയ വലിയ വീടുകളിൽ ഒക്കെ അവർ തന്നെ സ്വയം പിന്നെ നാടക പുരകളൊക്കെ നിർമ്മിച്ച് അവർ തന്നെ പ്രാക്ടീസ് ചെയ്ത് അവർ തന്നെ അഭിനയിച്ച് അങ്ങനെയുള്ള നല്ല സ്റ്റേജൊക്കെ കുലുക്കി അഭിനയിക്കുന്ന ആളാണെന്ന് എന്റെ വേറൊരു മാമയുണ്ട്. അമ്മ മരിച്ചുപോയി 2 വർഷമായി. പറഞ്ഞ് ഞങ്ങള് കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ, അപ്പൊ അച്ഛനും ആ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ വേഷത്തിലൊക്കെ.
അപ്പോൾ അവരെല്ലാം പറഞ്ഞ് എനിക്കറിയാം ആ അഭിനയത്തിന്റെ കഴിവാണ് ഈ മോന് കിട്ടിയത്. ആ ഒരു കഴിവാണ് അതിലോട്ട് കിട്ടിയത്. അതെ അതെ അതെ. വൈകുന്നേരം കാണണം, ഞാൻ കാത്തിരിക്കും. അർച്ചന എന്നെ റോങ് നമ്പർ. ഫസ്റ്റ് സ്വയംവരം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആദ്യം അഭിനയിച്ചത്. അതിലൊരു തൊഴിൽ പിന്നീട് പിരിച്ചുവിട്ട ഒരു തൊഴിലാളിയായിട്ട് ഒരു ഗേറ്റിൽ ചെന്ന് ഇങ്ങനെ എടുക്കുമെന്ന് അറിയാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരാളായിട്ട് ഒരു പരിഭവത്തിലും ഒരു ദേഷ്യത്തിലും ഉള്ള ഒരു മൂഡിൽ ഇങ്ങനെ വിളിക്കണ അവരുടെയൊക്കെ ഉള്ള ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം. അതൊക്കെ നല്ല ഇതായിരുന്നു ആ പോസൊക്കെ. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? കറക്റ്റ്. എനിക്ക് നല്ല ഓർമ്മ. തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ പടങ്ങളെല്ലാം? പിന്നെ അമ്മാവന്റെ ഒരു അഭിനയം ഞാൻ ഇതുവരെ കാണാതിരുന്നില്ല, മിസ് ചെയ്തിട്ടില്ല. അപ്പൊ അവസാനം സാർ അഭിനയിച്ച ഏറ്റവും നല്ല പടം എന്ന് പറയുന്നത് രസതന്ത്രം. അത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതാണ് നമ്മളെ പോലെ. അതെ അതെ, ഞാന് പഠിക്കുന്ന സമയത്താണ് രസതന്ത്രം റിലീസ് ആണ്. വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ ഏറ്റവും നല്ലോണം ശ്രദ്ധിക്കപ്പെട്ടൊരു പടമാണ്. ഭരത് ഗോപി തിരിച്ചു വന്ന് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം മീരാ ജാസ്മിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ കൂടെ നല്ല പടം, നല്ല പടമാണ്. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പുള്ളിക്ക് വീണ്ടും വയ്യാണ്ടാവുകയും. അല്ല, ആ സിനിമയിലെ അല്ല, വേറെ ഏതോ ഒരു സിനിമയില്. അതും മീരാ ജാസ്മിൻ ആയിരുന്നല്ലേ? ഓർക്കുന്നില്ല. അത് ശരിക്കും അതിന്റെ ഓർമ്മ വരണില്ല. ആ സെറ്റില് തൊടുപുഴ അവിടെ ആ ഭാഗത്ത് എവിടെ വെച്ചാണ് സെറ്റിൽ വെച്ച് വയ്യാതായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലൈസ് ആയി 2008. പിന്നെ ആദ്യം വയ്യാതായതായിരുന്നു 86. അത് കഴിഞ്ഞ് സ്ട്രോക്ക് ഒക്കെ ആയതിനു ശേഷവും പിന്നെ കുറെ നാള് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ അഭിനയിച്ചതാണ് ഈ രസതന്ത്രം, പാഥേയം, ആ സിനിമകളൊക്കെ. അതില് പാതയത്തിലും കാല് വയ്യാതുണ്ട്. പിന്നെ ഏതാ കരിമാടിക്കുട്ടനോ ഏതൊരു പടം? കരിമാടിക്കുട്ടനാണോ? കലാഭമണിയുടെ ഒരു പടത്തിൽ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമ പേര് ഓർമ്മ കിട്ടുന്നില്ല. വിനയൻ സാർ സംവിധാനം ചെയ്ത പടമാണ് ആ പടത്തിൽ. കരിമാടിക്കുട്ടനല്ല, വേറൊരു പടം അന്ധനായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ കലാഭമണി. പിന്നെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ സംസാരിക്കാൻ കഴിവുള്ള ഊമയായിട്ട് അഭിനയിച്ചു. നമ്മളൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്ന പടം യവനിക. ഏറ്റവും നല്ല അതിപ്പോ കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക. അതെ അതെ, പക്ഷെ പുള്ളിയെ കൊണ്ടാണ് സിനിമ പോണത്. അതെ അതെ, അത് മമ്മൂട്ടി സിനിമയുണ്ട്. ഒരു കോളേജ് പ്രൊഫസറായിട്ടൊക്കെ അഭിനയിക്കുന്ന കാറ്റത്തെ കിളിക്കൂട്. മറ്റേ ബേബി ശാലിനിയായിട്ട് അഭിനയിച്ചിട്ട് പടം അതാണോ? അത് കാറ്റത്തെ കിളിക്കൂടാണ്. കാറ്റത്തെ കിളിക്കൂടില് ബേബി ശാലിനിയാണ്. അത് മാമാട്ടിക്കുട്ടിയാണ്. അതിലൊരു നല്ല പാട്ടൊക്കെ ഉണ്ട്. നല്ല പാട്ടുണ്ട്, നല്ല പാട്ട്. അത് ഭയങ്കര കുടുംബ പ്രേക്ഷകരായിട്ട് എടുത്ത പടം. നല്ല സിനിമ. അതൊക്കെ ഞാൻ നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ടല്ലേ? എല്ലാ പടവും കണ്ടു, ഒന്നുപോലും കാണാതിരുന്നിട്ടില്ല. എല്ലാ പടവും കണ്ടിട്ടുണ്ട്. അമ്മക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്ക് 74. സാറ് മരിക്കുമ്പോ എത്ര വയസ്സായിരുന്നു? 71 ഓ, ഇതല്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സാറ് പടങ്ങളിലല്ലേ? അങ്ങനെയുള്ള ലഹരി ഉപയോഗം വല്ലോ അങ്ങനെ ഉണ്ടോ? അല്ലാതെ വന്നു പോയതാണല്ലേ? അറ്റാക്ക് വന്ന് സ്ട്രോക്കായി. അത് എറണാകുളത്ത് വെച്ചായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതിനൊക്കെ ഉടനെ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിപ്പോ എത്രയോ പേർക്ക് അങ്ങനെ സംഭവിക്കുന്നു, പക്ഷെ പ്രശ്നമില്ലാതാവുന്നുണ്ട്. 1 കൊല്ലം 2 കൊല്ലം ഒക്കെ ആകുമ്പോൾ റിക്കവർ ആവുന്നുണ്ട്. അന്നത്തെ കാലത്ത് പിന്നെ അത് അങ്ങനെ ഇതായി പോയി. ശരിക്കും സാറ് എവിടെയാ വീട് വെച്ച് താമസിച്ചേ? നെടുങ്കാട് കരമനയായിരുന്നല്ലേ? ആ വീട് ഇപ്പോഴും ഉണ്ടോ അവിടെ? ആ വീടില്ല, ആ വീട് കൊടുത്തു. അത് കുടുംബ വീട്, ഭാര്യയുടെ കുടുംബ വീടാണ്. മാമി വർക്ക് ചെയ്തിരുന്നതാണ്. ഓ, എന്തായിരുന്നു മാമി? പിന്നെ സോഷ്യൽ വെൽഫെയർ അതിൽ ഗസറ്റഡ് പോസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമി റിട്ടയർഡ് ഒക്കെ ആയതിനു ശേഷവും കുറച്ചുനാൾ കൂടെ അവിടെ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പേരൂർക്കട അങ്ങ് പോയി വിളപ്പിൽശാലയൊക്കെ. വിളപ്പിൽശാലയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. പേയാട് സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സ്. ഇങ്ങനെ പോണം. ജഗതിയുടെയൊക്കെ വീടിരിക്കുന്നതിന്റെ അപ്പൊ സാറുള്ള സമയത്തുള്ള വീടാണ്. ഇപ്പോഴും മുരളിഗോപി ആ വീട്ടിലല്ലേ? ഞാൻ ഒരു തവണ ജഗതി ചേട്ടന്റെ വീടെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അന്ന് കാണിച്ചു തന്നു ഇത് പുള്ളിയുടെ വീടാന്ന് പറഞ്ഞ് അതിന്റെ തൊട്ട് താഴെയായിട്ട്. അത് വിറ്റോ? അത് വിറ്റു. കുറെ നാള് മാമനെ അവിടെ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് ഇത് വിറ്റിട്ട് പിന്നെ അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ വിറ്റ് പിന്നെ ഇപ്പം താമസിക്കുന്നത് അവര് ഇവിടെയാണ്, ലയോള കോളേജിന്റെ ഒക്കെ അടുത്ത് വേറൊരു
വീട് വെച്ച് ഫ്ലാറ്റ് ഒന്നുമല്ല. ഒന്നുമില്ല. അത് മാമ മരിച്ചതിന് ശേഷമാണ്. മാമ അവിടെ വെച്ച് തന്നെ മരിക്കുന്നത്. സ്കൈലൈനിൽ അവിടെ തന്നെ മരിക്കുന്നത്. മാമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അതായത് ആൾബഹളവും വേറെ ഇതൊന്നും ഇല്ലാത്ത വളരെ കാമന്റ് ഉള്ള ഇതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അതൊരു കുന്നിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് അവിടെ. നല്ല രസമാണ്. ഇവരെല്ലാം ആദ്യം പോയത്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് മുരളി ഗോപി വേറൊരു വീട് പോയത്. അതിപ്പോഴും ഉണ്ട്. അവൻ ഉപയോഗിക്കുന്നത് അവന്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതെല്ലാം അവിടെയാണ് നടക്കുന്നത്. ഈ അച്ഛൻ തന്നൊരു ഉപദേശം എന്താണ് ലൈഫില്? അച്ഛൻ്റെ ജീവിതം ലൈഫ് തന്നെയാണ് അച്ഛൻ്റെ ഉപദേശം. അച്ഛൻ അങ്ങനെ പ്രത്യേകം ഉപദേശിക്കാത്തല്ലോ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മാവനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ വരികയാണല്ലോ. ഇരിക്കാൻ പോലുമുള്ള ഞാൻ തന്നെ സത്യം പറഞ്ഞ ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഓർമ്മകൾ, അത്ര ഇഷ്ടമാണ്. അല്ല, ഭരത് ഗോപി സാർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും മലയാള പ്രേക്ഷകർ മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും പഴയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും ഈ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. റീൽസിലൊക്കെ വരും ഭരത് ഗോപി സാറിന്റെ ഓരോ അഭിനയം രക്ഷയില്ല. ഇത് ആരാണ് പുറകിലേക്ക് ഇന്നപ്പോഴത്തെ അമ്മ ഇവിടെ? ഓ, നമ്മളുടെ സംസാരിച്ചോണ്ടിരുന്ന അമ്മയും അമ്മയുടെ ഹസ്ബൻഡുമായിട്ടുള്ള പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരാണ്. ഇനിയും വേണമെങ്കിൽ പറയാനുണ്ട്, പക്ഷെ നമുക്ക് ഇത് തന്നെ ധാരാളം. ഇത്രയും പറഞ്ഞു തന്നല്ലോ. പിന്നെ അമ്മ എന്തായിരുന്നു? റിട്ടയർഡ് സീനിയർ മാനേജർ, കേരള സിൽക്ക്. ഓ, ഓക്കെ ഓക്കെ. എന്റെ അമ്മൂമ്മയുടെ കൂടെയാണ് ഞാൻ നിന്ന് വളർന്നത്. എന്റെ അമ്മയും അച്ഛനും അതൊരു വശത്ത് വേറെ കെട്ടിടത്ത് അവിടെ ഒരു വീടുണ്ട്. അപ്പൊ ഞാൻ എന്റെ അമ്മൂമ്മയുടെ കൂടെ പെറ്റായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അത് വിട്ട് പോകാൻ മടിയുണ്ട്. ഇവിടെ തന്നെ ഇവിടുന്നാണ് അമ്മ ജോലിക്കൊക്കെ പോണേ. ഇലക്ട്രിസിറ്റി ബോർഡില്ലേ, അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നല്ലേ. ട്രെയിനിൽ ഇവിടെ നിന്ന് പോകും, ഓടി പോകും. ഒരു കാലെടുത്ത് നോക്കുമ്പോൾ തന്നെ അങ്ങ് എത്തും. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് തിരുവനന്തപുരത്ത് സെറ്റിലായത്. ഓ, അത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അത് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയ ഘട്ടത്തിലൊക്കെ രാത്രിയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്നൊന്നും പറയില്ല, നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോകണമെന്നൊന്നും പറയില്ല. അങ്ങനെയൊക്കെ പോകും. അവസാനം എല്ലാം കഴിഞ്ഞൊക്കെ അറിയുമ്പോഴാണ് അറിയണത്. നാടകത്തിൽ പോകണമെന്നും പറയാറില്ല. പറയാറില്ല. ഇത് നാടകത്തിൽ കൂടെ കൊണ്ടുപോയത് ആരായിരുന്നു? ഏതെങ്കിലും പ്രശസ്ത വ്യക്തി വല്ലതും? ജി ശങ്കരപിള്ള സാറിന്റെ നാടകത്തിലല്ലേ ആദ്യമായിട്ടൊക്കെ അഭിനയിച്ചു തുടങ്ങിയത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴായിരിക്കും അറിയുന്നല്ലേ സാർ ഇങ്ങനെയൊക്കെ അറിയണത്. അപ്പൊ വീട്ടിൽ ആർക്കും അറിയത്തില്ല ഇത് അഭിനയിക്കുമെന്നോ അങ്ങനെ? ഈ നാടകമൊക്കെ കഴിഞ്ഞ് നാടകമൊക്കെ അരങ്ങില് ആവുമ്പോഴേ പറയുള്ളൂ. അപ്പൊ ഈ താമസിച്ചൊക്കെ വരുമ്പോഴൊക്കെ വഴക്ക് പറയും. അതുകൊണ്ട് അപ്പൻ്റെ അങ്ങനെ ഒന്നും പറയില്ല. പിന്നീടൊക്കെയാണ് എല്ലാം കണ്ടു തുടങ്ങിയപ്പോഴാണ് എല്ലാം. അപ്പോഴും പിന്നീട് അപ്പൊ മാമൻ തന്നെ പിന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഇതിലൊക്കെ, അതായത് ഏതോ ഈ അഭിമുഖത്തിലൊക്കെ എല്ലാ ഞാൻ അഭിനയിച്ചിട്ടുള്ള അച്ഛൻ ജീവിച്ചിരുന്ന അവസരത്തിലുള്ള എല്ലാ നാടകങ്ങളും പിന്നെ എൻ്റെ അച്ഛൻ കാണുമായിരുന്നു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ പണ്ടത്തെ ആ സ്വഭാവമാണ്, അതായത് സ്നേഹിക്കണതും സ്നേഹിക്കണതും ആരും അറിയരുത്, അംഗീകരിച്ചു കൊടുക്കാൻ ഇത്തിരി താമസം. ഒരുപാട് ഓർമ്മകൾ നിൽക്കുവാണ് ഈ വീട്ടില്. അപ്പൊ എന്തായാലും ഇത്രയും നേരം കുറെ ഓർമ്മകളൊക്കെ പറഞ്ഞു തന്ന പ്രേക്ഷകർ ഇത് കേട്ടോണ്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും, പലരും വായിച്ചും ഒക്കെ. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ വീണ്ടും കേൾക്കാൻ ചിലപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. എന്തായാലും ഇത്രയും പറഞ്ഞു തന്നതിന് നന്ദി. 2008 മരിച്ചത്. 18 വർഷമാണ്. 18ാമത്തെ വർഷമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഞാനിവിടെ വന്നിരിക്കുന്നത് 29 എന്ന ഡേറ്റ് ആണ് കേട്ടോ. എന്തോ അത്ഭുതമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരിക്കലും. അപ്പോൾ പറയുന്ന കറക്റ്റ് 29 സാറ് മരിച്ച ആ ദിവസമാണെന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞൊരു നടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ ഒരു അവസ്ഥയായിരുന്നു. കോമഡി വേദികളിൽ അദ്ദേഹത്തിന് പല രീതിയിലും ആൾക്കാരിങ്ങനെ അദ്ദേഹത്തിനെ അനുകരിച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയ ആക്ടിങ് പോലും വലിയ രീതിയിൽ കാണിച്ചുകൊണ്ട് കയ്യടി നേടിയിരുന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും അത് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുടിയുണ്ടല്ലോ, അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ മുടി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല, കഷണ്ടി പോലെയായിരുന്നു. പിന്നെ പുറകിലോട്ട് ഇങ്ങനെ മുടി നീട്ടി വളർത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സമയത്ത് ആക്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ കാണിക്കും അദ്ദേഹം. അപ്പോൾ അത് ഓവറായിട്ടൊക്കെ ചെയ്തിട്ടാൽ പ്രത്യേക ഒരു ആക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പല ആർട്ടിസ്റ്റുകളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കോമഡി സ്റ്റാർസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹമൊക്കെ തന്നെ ഉത്സവ പരിപാടികളിലൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാരിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്ന നടനിൽ അതൊന്നുമില്ല. അദ്ദേഹം അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രം ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചെയ്ത ക്യാരക്ടറുകളെല്ലാം തന്നെ അങ്ങേയറ്റം കിടിലം കഥാപാത്രങ്ങളായിരുന്നു. യവനിക എന്ന സിനിമയിൽ അദ്ദേഹം നല്ലൊരു ക്യാരക്ടറുമായിട്ടാണ് KG ജോർജ് സാറിൻ്റെ പടത്തിൽ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മിസ്സിംഗ് ആണ് ആ സിനിമയെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിച്ചത്. അതിലേക്കാണ് മമ്മൂട്ടി ഒരു കേസ് അന്വേഷകനായിട്ടൊക്കെ വരുന്നത്. 86 അദ്ദേഹത്തിന് സ്ട്രോക്കിൻ്റെ വിഷയങ്ങൾ വന്ന് പിന്നെ തൽക്കാലത്തേക്ക് മലയാള സിനിമയിൽ നിന്ന് അദ്ദേഹം
മാറി നിന്നു. കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ 90-കൾ 2000-കളിലൊക്കെയാണ് അദ്ദേഹം സിനിമയിലോട്ട് പിന്നെ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ നഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചു. കുറേ നാൾ സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റാതായി. നല്ല ടൈമിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സുഖമില്ലാതായത്. പഴയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ഭരത് ഗോപി. മലയാള സിനിമയിൽ ഇനി ഗ്ലാമറും വേണ്ട, അഭിനയം മാത്രം മതി എന്ന് കറക്റ്റായിട്ട് കാണിച്ചു തന്നൊരു നടനാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല, വിഗ് വെച്ചൊക്കെ അഭിനയിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം അങ്ങനെ വിഗൊന്നും വെച്ച് അഭിനയിച്ചിട്ടില്ല. ഹിറ്റായ പല പടങ്ങളിലും അദ്ദേഹത്തിന് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫാമിലി ടൈപ്പ് സബ്ജക്റ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഫാമിലി സിനിമകളൊക്കെ ചെയ്ത് വിജയിപ്പിച്ച ആളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു വേറിട്ട ശൈലിയായിരുന്നു. ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി. 1977 ഇറങ്ങിയ കൊടിയേറ്റം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കൊടിയേറ്റം എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത് 1972 ഇറങ്ങിയ സ്വയംവരം എന്ന അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അതിനുശേഷമാണ് അദ്ദേഹം കൊടിയേറ്റം എന്ന സിനിമയിൽ ഭരത് അവാർഡിന് അർഹനായിട്ട് മാറുന്നത്. 1937 നവംബർ 8 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 2008 ജനുവരി 29.